ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസോട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഒന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് കബാബ് റെസ്റ്റോറൻറ്റ്. യെസ്, ഇതൊരു മൾട്ടിപ്ലെയറും സിംഗിൾ പ്ലെയറും ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഓണറാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഗെയിമർ ബോയ് ഉണ്ട്. ഞാനും അവനും കൂടി നല്ലൊരു കിടുക്കാച്ചി റെസ്റ്റോറൻറ്റ് അങ്ങ് തുറക്കുകയാണ്. നിങ്ങളെല്ലാവരും കസ്റ്റമർ ആയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. അതുപോലെ അവിടെ നമ്മളെ കൂടെ എപ്പോഴും സ്ഥിരമായിട്ട് കസ്റ്റമർ ആയിട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ഷെയർ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഇന്ന് തൊട്ട് ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് എൻ്റെ ചാനലാണ്, സെക്കൻഡ് പാർട്ട് ഗെയിമർ ബോയിൻ്റെ ചാനൽ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അയ്യോ, ഓ എന്ത് നല്ല സൂര്യൻ. ഇവിടെ പോയി ഗ്രാൻഡ്പായാ. നിനക്ക് നല്ല അടി കിട്ടണം. നീ എടുത്ത് അടി കിട്ടണം എനിക്ക്. അതൊക്കെ സ്റ്റൈൽ. എന്റെ പൊന്ന് കരളെ ചക്കര അച്ചിയല്ല. വാ പോവാ, നമ്മളെ കട തുറക്കണ്ടേ? ഞാൻ പെയിൻ ഗസ്റ്റ് ആണ്. പെയിനാ? എവിടെ പെയിൻ ഉള്ളത്? എവിടെയാണ്? മൂടത്താണോ? പക്ഷെ ബാക്കിൽ നല്ല പെയിൻ കൂടുതലാണല്ലോ. വീക്കുണ്ടോ ബാക്കില്? ഇന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ട ഡേ ആണ്. ഷോപ്പ് ഓപ്പൺ ആദ്യം വൃത്തിയാക്കണം ഷോപ്പ്, എന്നിട്ടല്ലോ ഷോപ്പ് വൃത്തിയാക്കാൻ വയ്യ. ഏതെങ്കിലും ജോലിക്കാരെ? അയ്യോ, കറണ്ട് ഉണ്ട്. ഓ കറണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്ക്. വൃത്തിയാക്ക്. ഞാൻ വൃത്തിയാക്കാനോ? നടക്കൂല ഏട്ടാ. മോനെ രമണി. രമണിയാ? എന്താ എന്റെ പേര് രമണി അല്ലേ? അല്ല, പിന്നെന്താ? എന്റെ പേര് പോലും കറക്റ്റ് അറിയത്തില്ല. സുഷീതായിരിക്കും എന്നോട് പറയുന്നത്. സുഷീതായിരിക്കും. സുഷീത അല്ല, എന്റെ പേര് ഹണി റോസ്. ഹണി റോസ് കണ്ടില്ലേ? ഹണി റോസ് അല്ല, നീ സണ്ണി ലിയോണാ? അല്ലാന്ന്, സണി റോസ്. സ്വന്തം പേര് പോലും അറിയാത്ത എന്റെ പൊന്നു മോളെ, നീ എന്തെങ്കിലും ഹണി റോസ്. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? നോക്ക്. ടേബിളൊക്കെ നല്ല ഉഷാറാക്കിണ്ട്. നീ വാങ്ങിച്ചു വെച്ചാണോ ടേബിളൊക്കെ? ഞാൻ മേടിച്ചു വെച്ചതാ. ഇതിനെന്താ ഫുഡുള്ളത്? നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? എന്നിട്ട് കട തുറക്കല്ലേ? ആദ്യം പോയി സാധനങ്ങൾ മേടിക്കണ്ടേ? അല്ല, ഇവിടെ ഉണ്ട് സാധനങ്ങളതാ. അതല്ല, അത് ഞാൻ മേടിച്ചു വെച്ചതാ. ഓ എന്റെ പൊന്നളി, എന്താ സാധനം? കത്തി. ഞാൻ പോയി പച്ചക്കറി വാങ്ങിട്ട് വരാം. പച്ചക്കറിയോ? മീറ്റ് മേടിക്കണം എന്റെ കൂടെ. മീറ്റ് നീ പോയി വാങ്ങുവേ മോളെ. ഞാൻ പോയി. അത് മീറ്റ് അല്ലടോ, മീറ്റ് കട എവിടെയാടോ മോളെ? ബുച്ചർ കട അവിടെ. ഗ്രാൻഡ് പാ അതിന്റെ കാര്യം നോക്കിക്കോ. ഗ്രാൻഡ് പാ നിന്റെ പറയിപ്പിക്കുന്നതിനോട്ടാ. കണ്ടാൽ പറയില്ലേ? നോക്കിയേ, ഗ്രാൻഡ് പാ ഈ നാട്ടിലെല്ലാരോടും ചോദിച്ചു നോക്കിയേ, ഗ്രാൻഡ് പാ പോലെ ഇരിക്കുവോ താങ്കള്? ഞാൻ ഇവിടെ പച്ചക്കറി വാങ്ങാൻ വന്നിട്ടുണ്ട്. പച്ചക്കറി വാങ്ങട്ടെ. ഇവിടുന്ന് മീറ്റ് മേടിക്കട്ടെ. എത്ര രൂപയുണ്ട് ബാലൻസ്? 5000 ഉണ്ടോ? ആവശ്യമായിട്ടുള്ള സാധനം മേടിക്കാം. അല്ല, ആവശ്യമായി വാങ്ങരുത്, കുറച്ചാ വാങ്ങട്ടോ. ഫുള്ള് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിൽ എത്രയായി? 4600 രൂപയില്ല. ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കബാബല്ലേ ഉണ്ടാക്കണ്ടേ? വേണ്ടേ? കബാബാണോ? ആദ്യം കബാബല്ലല്ലോ ഉണ്ടാക്കണം നമ്മള്. ആദ്യം കബാബല്ല. നമുക്ക് ആദ്യത്തെ മെനു എന്താ അറിയോ വെച്ചാല് എന്തോ ഗ്രിൽഡ് ബീഫാണ്. ഏതാ മീറ്റ് നോക്കട്ടെ. ഇങ്ങനെ ബോക്സ് കൊണ്ടുവച്ചാ ഇതെടുത്ത് അകത്ത് പോയി ഞാൻ എടുത്ത് വെച്ചോളാം. ആദ്യത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് ഗ്രിൽഡ് ബീഫാട്ടോ. ബീഫാണ്. ബീഫ് കട്ട് ചെയ്യും. ഞാൻ പോയിട്ട് അപ്പൊ തന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. ഞാനിപ്പം പറഞ്ഞത് അത് നീ കബാബല്ല പറഞ്ഞത്, ഞാൻ ബീഫാന്ന് പറഞ്ഞത്. രണ്ടും കണക്കൊന്നുമില്ല, വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും വ്യത്യാസമുണ്ട്. എന്തായാലും മീറ്റ് വേണമല്ലോ. കുറച്ചും കൂടെ മീറ്റ് മേടിച്ചോണ്ട് വരുമോ? ഇനി ഞാൻ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇവിടുന്ന് മറ്റത് വാങ്ങിച്ചിട്ടാ. ഞാൻ ഇവിടുന്ന് ചില്ലി പൗഡറൊക്കെ വേണ്ട. നമുക്ക് ചില്ലി പൗഡർ വേണം. ഡെക്കറേഷൻ ഐറ്റം വേണം. ഈ ഫുഡ് ഞാനും മിക്കവാറും ഗ്രാൻഡ് പേയും കൂടെ മാത്രം തിന്ന് തീർക്കേണ്ടി വരും കേട്ടോ. എന്താ അപ്പൊ സംഭവിച്ചു ഗ്രാൻഡ് പേണെന്ന്? മോളെ, നിന്നെ ഞാനൊന്ന് വേണ്ട വെച്ചിട്ടാ ഇത് കളിക്കരുത്. പിന്നെ ഞാൻ പറയിപ്പിക്കണ എന്നോട് പറയിച്ച് കൂടുതലാവും. ഞാൻ ഇവിടുന്ന് കടയിൽ പറയിപ്പിക്കണ്ട എന്നോട്. ഞാൻ പറയുന്നുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യട്ടെ ഗ്രാൻഡ് പാ? അയ്യോ, 2000 രൂപയുടെ സാധനം ഞാൻ വാങ്ങിയാ. ഞാൻ പറഞ്ഞില്ലേ ഗ്രാൻഡ് പേക്ക് പണ്ടേ. നിന്റെ പൊന്നു മോളെ, ഇനി നീ ഗ്രാൻഡ് പേ വിളിച്ചാ നീ ഞാൻ വെട്ടും. ഫ്രിഡ്ജ് പൂട്ടടി പൊട്ടത്തി. ഇതെന്താണ്? ഇതില് കുറച്ച് അതൊക്കെ അവിടെ കൊണ്ടുവെക്ക. ഇവിടെ ഇരിക്കുന്ന പിന്നെ എന്തോന്നാ ഗ്രാൻഡ് പാ? അതില് ചില്ലി പൗഡർ, പെപ്പർ, സാൾട്ട് എല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലാം വന്നു, ഓരോന്നായി. ഇപ്പൊ നമുക്ക് വേണ്ടത് ബ്ലാക്ക് പെപ്പർ വേണം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മാറിക്ക് ഗ്രാൻഡ് പായ്ക്ക് കുക്കിംഗ് അറിയത്തില്ലല്ലോ.
ഞാനത് സ്ലൈസ് സോൾട്ട് ഇടാ. ഞാനത് സ്ലൈസ് മുറിക്കാം. സോൾട്ട്. ഇനി എന്താണ് ഇടേണ്ടത് ഒന്നിനെ നമുക്ക്? മൂന്നോ അടക്കട്ടെ. ബ്ലാക്ക് പെപ്പർ. പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ. പ്ലേറ്റ് നമുക്ക് എരിഞ്ഞുണ്ടല്ലോ, ഇന്ന് 5 ദിവസത്തേക്ക് ഇത് കഴിക്കുന്ന ആള് വെളിയിറങ്ങരുത്. ഓക്കെ. 5 ദിവസത്തിനോ? ഇനി ഇപ്പൊ എന്തൊരു വെക്കും? ഇത് നമുക്ക് വേണ്ടത് ഇത് കത്തിക്കണം. ഇത് കത്തിക്കാൻ അത് തക്കാളി തക്കാളി മുറിക്കുക. തക്കാളി 2 മുറിക്കാനല്ല, മുറിക്കല്ല, വീതിയാണ്. എന്താ പറയാ, 2 തക്കാളി ഇത് ചെയ്യണം. ഏത് ചെയ്യണം? ഇത് ചെയ്യണം. ഇത് ഗ്രില്ല് മുറിക്കരുത് ഗ്രില്ല്. ഓക്കെ. 2 തക്കാളി കേട്ടോ. 2 എണ്ണം. ഈ ഗ്രാൻഡ് പേക്ക് ഒന്നും ഞാൻ കത്തിക്കണേ. ഓക്കെ. കത്തട്ടെ എന്നിട്ട് വെക്കുക. ഞാനാണ് കുക്ക്. എന്നാ ഉച്ച ഹണി കുക്ക്. ഞാൻ ഹണി റോസ് ആകുമ്പോ എന്റെ കുക്കിംഗ് ഹണി കുക്ക്. ആ ശരി. എന്നാ നമുക്ക് കടയിൽ എന്തെങ്കിലും വെയർ ഹൗസ് സാധനം കണ്ടോ ഇല്ലല്ലോ? റെസിപ്പിയിലും ഒക്കെ വാങ്ങിച്ചു. ഇവിടെ കുക്ക് ആവുന്നുണ്ട് ഗ്രാൻഡ് പാ. നമുക്ക് സ്റ്റാഫിനെ വെക്കണ്ടല്ലോ, പൈസ ഇല്ലല്ലോ. അയ്യേ, സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ആയിട്ട് സ്റ്റാഫിനെ വെക്കുന്നില്ലേ? ശരിയാ. ഇത് മര്യാദക്ക് വെക്കും. ആരാണ് റിപ്സ് സൈഡ് മാറിക്ക് റൊട്ടേറ്റ് ഫ്ലിപ്പ് ചെയ്യും. ഓക്കെ. എടി അത് കത്തണ് ഇറച്ചി കത്തിപ്പോയി. കത്തില്ല. ആ റൊട്ടേറ്റ് ചെയ്യുന്നേ അറിയില്ലെങ്കിൽ അയ്യോ. മാറ് മുന്നിൽ നിന്ന് ഞാൻ റൊട്ടേറ്റ്. ആ ഇത്ര അറിയില്ല, കുക്കിംഗ് അറിയില്ലെങ്കിൽ വേണ്ടാത്ത പണിക്ക് പോരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അത് അയ്യോ തിന്നരുത് നേരെ തിന്നരുത്. അതിൽ വെക്കൂ. ഇനി അതിന് കുറച്ച് കൊറിയാൻഡർ എടുക്കൂ. കൊറിയല്ല, ആഫ്രിക്ക. അതല്ലേ? ഞാൻ ചെയ്തോളാം. ആ ഓക്കെ. ചെയ്യ. ഇതെന്താ വർക്കാവത്തെ? വർക്കാവില്ല. എടുക്ക അവിടെ ഒന്ന് മൊത്തത്തിൽ എടുക്കരുത്. ഓരോന്ന് എടുക്കും. 2 ഓരോന്ന്. ഇല്ല, 3 എണ്ണം വേണം. 2 വെക്കാറ്റുള്ളൂ. 2 വെക്കാനുള്ളൂ. അതാണ് ഇൻഗ്രീഡിയന്റ്. ഓക്കെ, സെറ്റായി. ഇതാ കൊണ്ട വെക്കാം. ഞാൻ കൊണ്ടുവയ്ക്കും. ഓ കട തുറക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആട്ടെ. ഞാനിങ്ങനെ കൊണ്ടുനടക്കട്ടെ കസ്റ്റമറിന്റെ അടുത്ത്. കസ്റ്റമർ വരട്ടെ. വരുന്നുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ വന്നേ. എന്റെ മോനെ ആ വയറ് കണ്ടായാള്. ആ ചങ്ങനെ ഞാൻ കൊടുക്കട്ടെ. ഇവിടെ എടുക്കും. എടാ അത് ചൂടാട്ടോ മോളെ, അത് ചൂടാവും. അതിന് കൊണ്ട് വെക്ക്. സെർവ് ചെയ്യാനായിട്ട് എന്റെ കയ്യിലും സാധനം ഇല്ലേ? അല്ല, അത് ഇവിടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നാ മതി. അത് കേടുവരും. ഭക്ഷണം കേടുവരും. വേണ്ട, ചൂടാറും. എണീറ്റ് പോ. പൈസ ഇല്ല. ആ ഞാൻ പൈസ വാങ്ങിച്ചിട്ട് പ്ലേറ്റ് ക്ലീൻ ആക്കാം. ആ പെണ്ണുമ്പളെ തീർന്നു. പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കിയോ? ഞാൻ ക്ലീൻ ആക്കിക്കോളാം. ഫുഡ് ഓക്കെ. പൈസ ആ പെണ്ണുമ്പളെ പൈസ തന്നിട്ട് 100 രൂപ. നമുക്ക് ഇത് നിറക്കണല്ലോ. ഇതെങ്ങനെ നിറക്കും? ചൂടാറുമല്ലോ. ഓവണില്ലല്ലോ. ഓവർ ചങ്ങായി കൊടുക്ക്. നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയത് ആവശ്യമില്ലാണ്ട് എക്സ്ട്രാ ഉണ്ടാക്കി. ചൂടാറും അല്ല, ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ വരും. പുതിയ മെനു വരും. അവിടുത്തെ കസ്റ്റമർ ആ ചങ്ങനെ ഡീൽ ചെയ്താ. നിന്റെ സുഹൃത്താ തോന്നുന്നു. ഇപ്പൊ ഡീൽ ചെയ്താ. ചേട്ടാ കബാബ അല്ലടാ, കബാബ് റെസ്റ്റോറന്റ്. എന്താണ് നീ ഇങ്ങനെ മോളെ? പ്ലേറ്റ് ക്ലീൻ പൈസ. ഓക്കെ. അത് തീർന്നോ? ഓക്കെ. അടുത്ത് വെച്ചോ. ബീഫ് മേടിച്ചിട്ടോ? ഞാൻ ബീഫ് ഉണ്ടാക്കി. അടുത്ത എന്താ വെയിറ്റ്? ഇപ്പൊ രാത്രി ഒരു സ്ലൈസ് എടുത്താ മതി. 2 എടുക്കരുത്. വെറുതെ വേസ്റ്റ് ആക്കണ്ട. അല്ല, 2 സ്ലൈസ് വരുമല്ലോ. 2 വരും. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാ. ഒന്ന് ഫ്രിഡ്ജിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതുകൊണ്ടാ. എന്റെ രസക്കൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പൈസ കിട്ടും. നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ, സോൾട്ട്. എവിടെ സോൾട്ട്? വീട്ടില്. ഓക്കെ. തക്കാളി വേവിക്കാൻ വെക്കാം. ഇട്ട് കൊടുത്താലോ? ഒരു തക്കാളി വെച്ചിട്ടുണ്ട്. ക്രിമിയാ? അടുത്ത കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എന്നാ പ്ലേറ്റ് കഴുകാൻ വെക്കണം. കുറെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പൈസ. കുറെ പൈസ ഉണ്ടാക്കണ്ട നമ്മള്.
ചേച്ചി തന്നെ ഓ എൻ്റെ അവൻ എത്ര പേരാ ഇതാരാ സാണ്ട് രാത്രി പറയും കസ്റ്റമേഴ്സ് ഇപ്പോൾ തിന്നു തക്കാളി കരിഞ്ഞു അത് റൊട്ടേറ്റ് തിരിച്ചിട്ട് ഇല്ല ഇല്ലടേ ഇപ്പഴാ തിരിച്ചിട്ടത് മിസ്റ്റർ. ഇപ്പൊ കരിയല്ല ഇപ്പഴാ തിരിച്ചിട്ടത് നീ. ഇത് വെന്തിട്ടില്ലടോ മിസ്റ്റർ. ഇയാളോ എവിടുന്ന് വരുന്നേ? ഇല്ലല്ല അത് അടിഭാഗത്ത വേഗത്ത് മോൾഭാഗം വെന്തു. ഇല്ലല്ല ആയിട്ടില്ല എന്റെ കണ്ണിന്റെ ആയിട്ടില്ല. ഇത് പ്ലേറ്റ് കഴിക്കാൻ പറ്റിയ പ്ലേറ്റ് ആയിട്ടില്ല എന്റെ പൊന്നു മോനെ. ഇല്ല അപ്പൊ ആവും ഇപ്പൊ ആവും ഞാൻ പറയുമ്പോ ആവും. ഓക്കെ അത് വെച്ച് സെർവ് ചെയ്തു. ഓ 2 കസ്റ്റമേഴ്സും കൂടി വരുന്നാൽ നമുക്ക് സെറ്റ് ആണ്. പക്ഷെ ഇത് വേസ്റ്റ് ആവുന്നു. ഓക്കെ വേറെ പ്ലേറ്റ് കഴിച്ചോ. കൊറേ പ്ലേറ്റ് ഉണ്ട്. ഐ എന്റെ മോളെ അങ്ങനെ ഒന്നും പറഞ്ഞൂടാ. നമ്മളൊക്കെ ഇങ്ങനെ ഇത് വേസ്റ്റ് ആക്കല്ലേ. ഫ്രിഡ്ജ് കറണ്ട് ബില്ല് കൂടും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ. എല്ലാരും പോയോ? ഓ ഡേസ് ഓവർ ക്ലീനപ്പ് ചെയ്യാൻ റെസ്റ്റോറന്റ് ക്ലീൻ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ക്ലീൻ ആക്കാൻ നിനക്ക് അത്രക്ക് മടിയാണെങ്കിൽ മടിയാണ് നിന്റെ പ്രശ്നം. ഓക്കെ നമുക്ക് ഇനി അടുത്ത ദിവസം ഇതെന്തിങ്ങനെ ക്ലീൻ ആക്കാം. കിടന്നുറങ്ങാം. ഈ ഫുഡ് വേസ്റ്റ് ആയി. കുഴപ്പമില്ല. അല്ല അത് ഞാൻ തിന്നോളാം. അത് തിന്നാൻ പറ്റില്ല. എനിക്ക് തിന്നണം. ക്ലോസ് ചെയ്യട്ടെ. അപ്പൊ നീ നാളത്തേക്ക് നമുക്ക് എന്തൊക്കെയുണ്ട് വാങ്ങേണ്ട അറിയണത്. ഇവിടെ എന്തോ ഒരു കട ഇവിടെ രാവിലെ ആക്കിയല്ലേ. വന്ന് കിടക്ക് മോളെ വന്ന് കിടക്കടാ. ഇല്ല ഞാൻ കിടക്കാം. എന്നാ കിടക്കണ്ട അല്ല പിന്നെ. ഓ 8 കസ്റ്റമർ ഒന്ന് സെർവ് ചെയ്തിന്റെ പൊന്നുമോളെ. എന്റെ മോനെ ഒരു ചായ ഇട്ടോ. എവിടെ പോയി? കടയിൽ പോയാ? ഇവിടെ ചായ പോലും ഇടാത്ത സ്നേഹമില്ലാത്ത മനുഷ്യൻ. ഇവിടെ എന്താ സംഭവം ഉണ്ടല്ലോ? ബേക്കറി. ഇവിടെ പബ്ബ്. അവളെന്താ പറഞ്ഞത്? ഇറ്റ്ലേക്ക് വി ഹാവ് ആപ്പിൾ ഡസ് നോട്ട് ഫാൾ ഫ്രം ദി ട്രീ. വേറെ വെറുതൊന്നുമില്ല. ഞാൻ സാധനം പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ബ്രസ്റ്റ് കട്ട് ചെയ്യാതെ സാധാ പോലെ കേട്ടോ. സാധാ പോലെ കട്ട് ചെയ്യരുത്, പീസാക്കരുത്. റെസിപ്പി തന്നില്ല നിനക്ക്? റെസിപ്പി തന്നില്ല മേത്ത് കയ്യില് സൈഡിൽ തന്നില്ല? സൈഡില് റെസിപ്പി തന്നില്ല? എന്തൊക്കെ റെസിപ്പി വേണ്ടെന്ന്? ചിക്കൻ ബ്രസ്റ്റ് പ്ലേറ്റിലോട്ട് ഗ്രില്ല് ചെയ്യാ 2 സൈഡിലും. ചിക്കൻ ബ്രസ്റ്റ് അതിനോട് ഗ്രില്ല് ചെയ്താ. അതില് സോൾട്ടും ചില്ലി പെപ്പറും. അങ്ങനെ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ റെസിപ്പി ആക്കാൻ മോശം. എന്റെ മോളെ നിന്റെ റെസിപ്പി നീ എവിടെങ്കിലും ഉറച്ചക്കടി. രണ്ടു കൊടുത്തല്ലോ. ചാർക്കോൾ അടിയിലതാ. അത് അടുത്ത ദിവസത്തേക്ക് വാങ്ങാം. അടുത്ത ദിവസം ഇപ്പത്തേക്ക് എടുക്ക്. അടുത്ത ദിവസം വാങ്ങാം. ഉരുളൻകിഴങ്ങ് എന്താ ചെയ്യേണ്ടതുണ്ടോ നോക്കണം. 3 ഗ്രാം. ഞാൻ ഉരുളൻകിഴങ്ങ് എന്ന് പറഞ്ഞേ. എന്റെ മുന്നിൽ കിഴങ്ങുണ്ടായോണ്ട്. ഗ്രില്ല്. ഓക്കെ ഇനി അതിന്റെ കൂടെ എന്താ വേണ്ട വെച്ചാല് ചില്ലി പെപ്പറും കൂടെ ഇതാക്കിക്കോട്ടെ. ഗ്രീൻ ചില്ലി പെപ്പറും ഇതും പൊട്ടോറ്റോ. അയ്യോ ഒന്നല്ല ചിക്കൻ കറി. ചിക്കൻ മറിച്ചിട്ട്. നന്നായി. അപ്പോൾ ഞാൻ പ്ലേറ്റ് കൂടെ കഴുകാണ്ടോ? പ്ലേറ്റ് കഴുകട്ടെ. ഇവിടെ പ്ലേറ്റ് ഉണ്ട്. ഇപ്പൊ മറ്റേ നമ്മൾ അവിടെ കൊണ്ടുവച്ച പ്ലേറ്റ് ഇല്ല എന്നാ അതെയൊന്നും. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്ന മുമ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പ്ലേറ്റ് കൊടുത്ത് നോക്കാം. അയ്യോ എഴുതാം. ഓക്കെ അത് കരിയണേ അങ്ങോട്ട് വെച്ചോ. അതിനുള്ള വെക്ക്. കട്ട് ചെയ്യണ്ട അതിന് മുകളിൽ ചായ. സ്ലൈസ് ചെയ്യണ്ടല്ലോ. സ്ലൈസ് ചെയ്യണ്ട. പൊട്ടോറ്റോ മാത്രം സ്ലൈസ് ചെയ്താൽ മതി. പൊട്ടോറ്റോ മാത്രം സ്ലൈസ് ചെയ്യട്ടാ. അങ്ങനെ തന്നെ. ഓക്കെ ഇനി കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞാ അതിൽ വെക്കൂ വെച്ചാ. ഓക്കെ അയ്യോ അത്ര മതി. എന്തിന്? ഇല്ല വെളിയിൽ പോയില്ല. പൊട്ടാറ്റോ അതിലുണ്ടല്ലോ. പക്ഷെ പൊട്ടാറ്റോ അയ്യോ പൊട്ടാറ്റോ ഇല്ല. വേണ്ട കുഴപ്പമില്ല. അവിടെ നോട്ടാ. റിമൂവ് ചെയ്യണ്ട. വേണ്ട പോയി. കസ്റ്റമർ പോയിടി. എന്തോന്ന് ഇനി പായന്നിട്ട് ഉണ്ടാക്കണ്ട. ഓ എന്റെ പൈസ പോയി. 2 പൈസ പോയത്.
ഇവളെ ചിക്കനിൽ ഇത് ചെയ്തില്ല, പെപ്പർ ഒന്നും ഇട്ടില്ല. അത് പിന്നെ അതിൻ്റെ കൂടെ ഇട്ടാ, അതിന്റെ മുകളിൽ ഇട്ടാ. വേണ്ട. ഓ എന്റെ പൊന്നോ, കസ്റ്റമർ വെയിറ്റ് വരും. ഇപ്പൊ വരും ചേച്ചി വെയിറ്റ് ചെയ്യട്ടെ, ഒന്ന് ഹോൾഡ് ഇപ്പൊ വരും. ആ 2 കസ്റ്റമേഴ്സ് അവിടെ എന്തോ വേസ്റ്റ് കിടക്കുന്നു. വേസ്റ്റ് ഇട്ട് എന്തോ ഒരു കഷ്ടമാണ്. വന്ന് നോക്ക് വേഗം. ഞാൻ വെക്കും. ആ കൊണ്ടുവെക്കും. കാട്ടക്കളവൻ. ആട്ടക്കളവനോ എന്ത് വർത്താനോ നീ പറഞ്ഞു? അവിടുന്ന് മാറ്. മിസ്സിംഗ് എന്തോ മിസ്സിംഗ് ഇൻഗ്രീഡിയന്റ് മിസ്സിംഗ് ആയി. ആ നല്ലതാ. എടോ ചാത്തക്കളവാ, ഇതിനകത്ത് എന്തോ സാധനം മിസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഗ്രീൻ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്താ നീ? ആ ചെയ്തു. നല്ല ഇവിടെ ചെയ്യുന്നേ, പക്ഷെ തറ വീണ പൊട്ടാറ്റോ ആണ്. ആ അതാണ് മിസ്സായത്. എടാ ചിക്കൻ വെന്തിട്ടില്ലടാ എന്റെ പൊന്ന്. കുഴപ്പമില്ല, അമ്മാര് തിന്നോളും. ചിക്കൻ താണ്ട് ഇവിടെ വെന്തിട്ടുണ്ടല്ലോ, നോക്ക്. ഒരു സൈഡ് വെന്തിട്ടില്ല, ഒരു സൈഡ് വെന്തു. കുഴപ്പമില്ല, അമ്മാര് അങ്ങനെ നിന്നാ മതി. പൊന്നോ കഷ്ടം തന്നെ. നല്ല രുചിയില്ലായിരുന്നാ? വേണ്ട, നടുവിരല് പൊക്കി കാണിക്കുന്നു. ഒന്നും ഉണ്ടാക്ക് പ്ലേറ്റ് വെക്ക്. ഉണ്ടാക്ക്. അടുത്ത കസ്റ്റമർ ഉണ്ട്. അടുത്ത ഫുഡ് കുറവാടെ. നമുക്ക് പുതിയതായിട്ട് വെയർ ഹൗസിൽ നീ പുതിയ സാധനം വന്നിട്ടുണ്ടോ? സ്റ്റാൻഡുകൾ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് വലിയ ഉറക്കം വരും. ആ ബോർഡ് വെച്ചിട്ട് നമ്മൾ സൈൻ ബോർഡ് വെച്ചിട്ട് കേട്ടോ. സൈൻ ബോർഡ് വെക്കണ്ടേ, അത് ഭയങ്കര വലിയ ചടങ്ങാട്ടോ. ഇപ്പോഴാണ് ഓപ്പൺ ആയത്, ഇത്രയും നേരം ഓപ്പൺ അല്ലായിരുന്നു. സൈൻ ബോർഡ് നമുക്ക് പിന്നെ വെക്കാം. ഇത്രയും നേരം ഓപ്പൺ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ. എടോ ക്ലോസ് ചെയ്തോ, ഓപ്പൺ ആക്കടോ. ഇത് ക്ലോസ് ആണ്, ഇതാണ് ഓപ്പൺ. ഓക്കെ കഴിഞ്ഞു. കസ്റ്റമർ കഴിഞ്ഞു. ഇനി രാത്രി പൈസ വാങ്ങും 130. അപ്പോൾ നഷ്ടമല്ല. ഓക്കെ ഡേസ് ഓവർ. ഓക്കെ പൈസ വാങ്ങിച്ചു പോവാം. എങ്ങനെ പോയി? അയ്യോ ഇവിടെ എന്തോ സാധനം? ഇതെന്താ റൂം? ആ ഇവിടെ ഒരു ബാത്റൂം കേട്ടോ. പോലെ നമുക്കൊരു പരിപാടി ഉണ്ട്. അങ്ങോട്ട് പോയാ മോളെ ഇങ്ങോട്ടോ. ഇങ്ങോട്ടേ ഞാൻ പബ്ബ് പോവാന്നാല്. ആ എന്നാ നീ പോയിക്കോ. ഞാൻ പബ്ബ് പോവാ. എന്താണ് വിസ്കിക്ക് 250 ബെറ്റിങ് ചേട്ടൻ്റെ അടുത്ത്. ഞാനൊരു വിസ്കി അടിക്കട്ടെ, എന്നാലും ഒരു ബിയർ അടിക്കാം. ഓക്കെ എടാ വരണം കേട്ടോളെ. നീ എന്നെ ബിയർ അടിക്കാൻ സമ്മതിക്കൂല. ഞാൻ അടിച്ചോണ്ടിരിക്ക. എന്തോ ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ലേ? ഫോർ സെയില്. ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോ ആ കട നടത്തിക്കോ, ഞാൻ ഈ കട നടത്തിക്കോളാം. എന്റെ പേരിൽ മേടിച്ചാ. ആ പൈസ നീ 50,000 ഉലുവയാണിത്. 50,000 അല്ലേ ഉള്ളൂ? ഓ ഇത് വലിയ കേട്ടോ. അപ്പൊ ശരി, എന്നാലും ഞാൻ പോയി കുറച്ച് ഒന്ന് കിടക്കട്ടെ. തല വേദന, ഇന്നലത്തെ ബിയർ തല കെട്ടുപോയി. ഞാൻ അപ്പഴേ പറഞ്ഞ മാട്ട എന്തൊരു വേദന. സോ അങ്ങനെ നമ്മൾ ആദ്യത്തെ 2 ദിവസം 3 ദിവസം നമ്മൾ അങ്ങനെ തീർത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഒരു 2-3 ഏകദേശം 10-16 കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ ഗെയിമർ പോയിന്റ് ചാനലുണ്ടാവും, അപ്പോൾ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതൊരു ETSൻ്റെ വീഡിയോ ആണ്, അതുപോലെ തന്നെ ഇത് കാർ ഫോർ സെയിലിൻ്റെ വീഡിയോ ആണ്. ഈ 2 വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ്, 100-110% ഉറപ്പാണ്. എന്തായാലും ലൈക്ക് അടിച്ചോ, എന്തായാലും ഷെയർ ചെയ്തോ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ബെല്ലൈക്കൺ ഒക്കെ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടി. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കണം ഗൈസ്. ബൈ.